ചേട്ടാ നമസ്കാരം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണ മാധ്യമങ്ങൾക്കൊന്നും അങ്ങനെ അഭിമുഖം കൊടുക്കുക, അങ്ങനെ കൂടിക്കാഴ്ച നടത്തലൊക്കെ കുറവാണ്. പക്ഷെ ഇക്കഴിഞ്ഞ ദിവസം ലെക്സ് ഫ്രിഡ്മാൻ പോഡ്കാസ്റ്റിൽ മോദി ഒരു അഭിമുഖം കൊടുക്കുന്നുണ്ടായി. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടൊരു അഭിമുഖം. അപ്പൊ ഇത്തരത്തിൽ അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോ മോദി ആത്മവിശ്വാസവും ഈ അഭിമുഖം കൊടുക്കലൊക്കെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് സന്ദേശം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എന്തൊക്കെ തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യത ഉണ്ട്? അദ്ദേഹത്തിന്റെ 3 മണിക്കൂർ നേരത്തെ അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ വിഷയങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. കാരണം പ്രതിപക്ഷത്തിനെ നിലം തൊടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. പിന്നെ ആള് പാകിസ്ഥാനെ ശക്തമായി കടന്നാക്രമിച്ചു. ചൈനയെ ഒരു അത്രയധികം ഭീഷണിയായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ആൾ പാകിസ്ഥാനെ ശക്തമായി കടന്നാക്രമിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ വ്യക്തമായിട്ട് ലക്ഷ്യമുണ്ടെന്നു. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ആള് വാനോളം പുകഴ്ത്തിയിരുന്നു. ട്രംപിൻ്റെ നിലപാടുകൾ, നയങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ തീവ്രവാദത്തിനെതിരെയുള്ള നിലപാടുകളാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. കാരണം അമേരിക്ക ഫസ്റ്റ്, ബാക്കിയെല്ലാം രണ്ടാമത് എന്നുള്ള ലെവലിൽ. അപ്പം അതേ ഒരു നിലപാട് ഞാനും പിന്തുടരുന്നു. ഇന്ത്യയാണ് ഫസ്റ്റ് എന്നുള്ള നിലയിൽ ട്രംപ് അമേരിക്കയിൽ എടുക്കുന്ന അതേ നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യത്തിൻ്റെ താല്പര്യം, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ പുരോഗതി, അതിനുവേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന അതേ നിലപാടുകൾ തന്നെ ഞാനും സ്വീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനെ പറ്റി വളരെ മോശമായിട്ട് ചതിയൻ രാഷ്ട്രമാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ വ്യക്തമായിട്ട് അതിൽ നിന്നൊരു സന്ദേശം വന്നു. മുഴുവൻ തീവ്രവാദികൾക്കുമെതിരെ ശക്തമായ നിലപാടുകളെടുക്കും. ഒരു തീവ്രവാദിയെയും ഇന്ത്യയുടെ ഉള്ളിലേക്ക് കടത്താൻ അനുവദിക്കില്ല എന്നും ശക്തമായ തീവ്രവാദ വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കും എന്നുള്ളൊരു സന്ദേശം കൂടി ഉണ്ടെന്നത്. ഇത്തരം അവസ്ഥയിൽ ഇന്ത്യയിൽ ഇനി വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പാണെങ്കിലും മറ്റേ ബംഗാൾ തെരഞ്ഞെടുപ്പാണെങ്കിലും മോദിയുടെ നയം വ്യക്തമാണ്. കാരണം ദേശീയ സുരക്ഷ, രാജ്യത്തിൻ്റെ വളർച്ച, മത തീവ്രവാദത്തിനെതിരെയുള്ള നീക്കം, ഇത്തരം രീതിയിലുള്ള ഒരു പ്രചാരണ രീതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ഇത് അദ്ദേഹം വ്യക്തമായി ആളുടെ ഐഡിയ പ്രഖ്യാപിച്ചു. കാരണം ഒരു ചാണക്യ തന്ത്രമാണ് ആൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. ആ സാഹചര്യം ആൾ ഒഴിവാക്കിക്കൊണ്ട് ആൾക്കിഷ്ടമുള്ളത്, ആൾക്ക് പറയാനുള്ളത്, ആളെന്തൊക്കെ ഉദ്ദേശിക്കുന്നു, ആളെന്താണ് ഐഡിയ, അത് മുഴുവനും ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങളെ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അവർ പല വിഷയങ്ങളെ പറ്റി ചോദിക്കും, പല കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവില്ല മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ചോദ്യം ചോദിച്ച് ഉത്തരം പറ്റാൻ സാധിക്കാത്ത വിഷയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ഇൻ്റർവ്യൂവിലൂടെ പുറത്തു വരും. അത് ലോകം മുഴുവനും എത്തിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചാണക്യ തന്ത്രങ്ങളെയും നീക്കങ്ങളെയും നേരിടാനുള്ള ശക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യൻ ഭരണത്തിൽ, അതായത് പ്രതിപക്ഷത്തിന് BJP-യെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ ഇനി എന്തെങ്കിലും സാധിക്കുമോ? അല്ലെങ്കിൽ അതെന്താ കാരണം അത് നടക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ? അത് നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തിന്റെ കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 100 കോടിയോളം വോട്ടർമാരുണ്ടെന്ന് കരുതും. എന്തായാലും ഒരു 26 കോടിയോളം വോട്ട് BJP-ക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ഈ പോൾ ചെയ്ത് വരും ഒരു 60% വരുന്നത്. അപ്പോൾ 26 കോടി വോട്ട് ഓൾറെഡി BJP-ക്ക് ഫിക്സ്ഡായിട്ട് കിട്ടാവുന്നൊരു പൊസിഷൻ ഓൾറെഡി ഇന്ത്യയിൽ ഇപ്പോൾ സംജാതമായിട്ടിരിക്കുകയാണ്. ഇതിന് മുഖ്യ പ്രതിപക്ഷമായി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പിന്നെയുള്ളൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവർക്കൊരു 15 കോടിയുടെ താഴെ വോട്ടാണ് കരസ്ഥമാക്കാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോൾ. പിന്നെയുള്ള ബാക്കി ഇന്ത്യയിലുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പ്രാദേശിക പാർട്ടികളാണ്.
അവർക്കൊക്കെ ഓരോരോ സംസ്ഥാനത്ത് മാത്രമാണ് താല്പര്യമുള്ളത്. അവരുടെ താല്പര്യം അവരവരുടെ സ്റ്റേറ്റിൽ മാത്രം. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് അവരുടെ താല്പര്യം, ബംഗാളിൽ അവരുടെ താല്പര്യം. ഓരോ സംസ്ഥാനത്തും ഓരോരോ പ്രാദേശിക പാർട്ടികൾ അവരവരുടെ സ്ഥലങ്ങളിലാണ് താല്പര്യമുള്ളത്. പക്ഷെ ദേശീയ വ്യാപകമായി ശരിക്കും പറഞ്ഞാൽ BJPനെ നേരിടാനായിട്ടുള്ള ഒരു പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലില്ല. മറ്റ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ BJPനെ നേരിടാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു സാധ്യത പ്രതിപക്ഷ പാർട്ടികളെ അനയിക്കും. തൻപൊരുമ, അധികാരമോഹം, അസൂയ, അഹങ്കാരം. അപ്പോൾ അഹങ്കാരമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് ഒരിക്കലും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിക്കാത്ത അവർക്ക് ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP നേരിടാനുള്ള ശക്തി ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ശക്തിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത്ര അധികം പാരമ്പര്യവും ഇത്ര അധികം കാലത്തെ പരിചയ സമ്പത്തുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് BJPയെ നേരിടാൻ ഒറ്റക്കെട്ടായി നിന്ന് നേരിടാൻ സാധിക്കില്ല എന്നാണോ പറഞ്ഞത്? സത്യത്തിൽ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രിമാർക്കും അവർക്ക് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാനോ, ഇന്ത്യയിലെ ജാതി മത സമവാക്യങ്ങളെ മനസ്സിലാക്കാനോ, ഇന്ത്യയുടെ പ്രാദേശിക വിഷയങ്ങളെ മനസ്സിലാക്കാനോ സാധിക്കുന്ന പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഈ ഷാബാനു കേസ് വിധി, ആ വിധിയിൽ ശേഷം കോൺഗ്രസ് എടുത്ത നിലപാട്, നമ്മൾ രാമജന്മഭൂമി വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, അതിനുശേഷം പല രാഷ്ട്രീയ വിഷയങ്ങളും ഇന്ത്യയിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എടുത്ത നിലപാടുകൾ മുഴുവൻ കോൺഗ്രസിൻ്റെ ജനപിന്തുണ കുറയ്ക്കാനായിട്ടുള്ള സഹായമായി മാറി. പിന്നീട് പല കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരും സ്വന്തം ആജ്ഞാനുവർത്തികളായ ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല സ്റ്റേറ്റുകളിലും കഴിവുള്ള ലീഡേഴ്സിനെ മുഴുവൻ അവഗണിച്ച്, സ്വന്തമായിട്ട് വ്യക്തിത്വവും അസ്തിത്വവും കഴിവുമുള്ള ശക്തിയുള്ള നേതാക്കന്മാരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഏറാം മൂലികളായ ആളുകളെ ഹൈക്കമാൻഡിൻ്റെ ചുറ്റും അണിനിരത്തി എല്ലാ സംസ്ഥാനങ്ങളും പാർട്ടിയെ ഒരു അപജയത്തിൽ എത്തിച്ചു. ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിൽ അവർക്ക് ആഗ്രഹമുണ്ട് എന്തെന്ന്, പ്രധാനമന്ത്രിയെ നേരിടാനും തോൽപ്പിക്കാനൊക്കെ ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ അതിനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അന്താരാഷ്ട്ര വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, രാജ്യത്തിലെ ഓരോ വിഷയങ്ങൾ, ഈ വിഷയത്തിലെ പ്രധാനമന്ത്രി തുറുപ്പ് ചീട്ടായി പുറത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നൊരു സ്ഥിതിയാണ് പ്രതിപക്ഷത്തിനൊരു അജണ്ടയിലാണ്. പ്രധാനമന്ത്രി ഇട്ടുകൊടുക്കുന്ന അപ്പകഷണത്തമ്മെ കൊത്തുക എന്നുള്ള അവസ്ഥയാണ്. ഓരോ വിഷയത്തിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ മുഴുവനും BJPക്ക് സഹായകമായി മാറുന്ന അവസ്ഥ വരുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുള്ള കഴിവുള്ള ലീഡർഷിപ്പ് ഇല്ല. അഥവാ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ മുകൾ തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിനെ നേരിടാനുള്ള കഴിവില്ല, മനസ്സിലാക്കാനുള്ള അറിവില്ല. കാരണം പ്രധാനമന്ത്രി ഓരോ സ്റ്റെപ്പും വളരെ പ്ലാൻ ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ വകുപ്പ് വിഷയം എടുത്താലും ഇസ്രായേൽ പാലസ്തീൻ വിഷയമാണെങ്കിലും ഓരോ വിവാദങ്ങളും ഉണ്ടാക്കി ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ എങ്ങനെ അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് നടത്തി തുടങ്ങിയത്. ഇത് മറികടക്കാനായുള്ളൊരു തന്ത്രം കോൺഗ്രസിനില്ല. ഒരിക്കലും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തിട്ട് മാത്രമേ കോൺഗ്രസിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതിന് ന്യൂനപക്ഷ വർഗീയനെ കൂട്ടുപിടിക്കുന്ന തരത്തിലുള്ള സമീപനം എടുക്കുമ്പോൾ, കാരണം BJP ആഗ്രഹിക്കുന്നതും അതാണ്, ഇത് തിരിച്ചറിയാനായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. അപ്പം ഇത്തരം ഒരു അവസ്ഥയുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് BJP നേരിടാനായിട്ട് കഴിയുന്ന സ്ഥിതി ഇപ്പോഴില്ല. ഇനി നിലവിലുള്ള നേതൃത്വം മാറി ഏതെങ്കിലും ഒരു പുതിയ നേതൃത്വം കോൺഗ്രസിലേക്ക് വരികയോ, അതല്ലെങ്കിൽ ഇന്ത്യയിലൊരു ജാതി മത പ്രാദേശിക വിഭാഗങ്ങൾക്ക് അതീതമായി സിനിമാ നടന്മാരോ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളോ ഇത്തരം ആളുകളിലൊക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ സംജാതമായി, ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അതീതമായി
ജനങ്ങളെല്ലാം സംഘടിപ്പിച്ച് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ബി ജെ പിനെ നേരിടാനായിട്ട് സാധിക്കുള്ളൂ. താൽക്കാലികമായിട്ട് ഒരു പക്ഷേ ഈ പ്രതിപക്ഷ മുന്നണികൾ ഏതെങ്കിലും തരത്തിലൊക്കെ അധികാരത്തിനൊക്കെ വേണ്ടി ഏച്ചുകെട്ടി മുന്നണി ഉണ്ടാക്കി വന്നാൽ തന്നെ അതൊന്നും വിജയം കാണുന്ന അവസ്ഥ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. കാരണം ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഒരു ദിശാബോധമില്ലാത്തതാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ പ്രശ്നം ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്നിട്ടുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒരു ദീർഘവീക്ഷണമില്ലാത്ത ആളുകളായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവുകൾ ഇന്ന് കാണും. ആ ഒരു അവസരം ബി ജെ പി എന്താ പറയുക മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനം കിട്ടാനായിട്ട് തൽക്കാലം കോൺഗ്രസിന് ഒരു സാധ്യത തൽക്കാലം കാണുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ?